എല്ലാ ദൈവമക്കളെയും ബെഥേൽ ബൈബിൾ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെയും വളരെ സ്തോത്ര ഉപവാസത്തോടും ഒക്കെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ സമയത്തും ദൈവത്തിന്റെ വചനം പഠിക്കാൻ ഓരോ ദൈവമക്കളും കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് താല്പര്യത്തിനായിട്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ ഹൃദയം നിറഞ്ഞൊരു സന്തോഷം എനിക്കുണ്ട്. പലരും ഇത്രയും ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് അതിനോടുള്ള ഒരു സഹകരണം ദൈവമക്കളുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരും ഇതിൽ പങ്ക് എടുക്കുന്നു. അതിനുശേഷമുള്ള കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇതൊരുപാട് അനുഗ്രഹമാണ്, തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ആ വാക്കുകളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിൽ ചാനൽ ഇടുന്നുകൊണ്ട് മറ്റ് ഇതില്ലാതെ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കൊക്കെ അതിൻ്റെ ഒരു പ്രാക്ടീസ് കുറവുകൊണ്ട് ഉള്ളവർക്കൊക്കെ അതിലൂടെ കാണാനായിട്ടുള്ള അവസരവും ഉണ്ട്. അങ്ങനെ ദൈവസഭയുടെ ഒരു ആത്മീയ സ്തോത്രം ശുശ്രൂഷകളെ നമ്മൾ ഓരോരുത്തരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു 40 മിനിറ്റുകൾ കഴിയുമ്പോൾ ഇത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതിപ്പം സൂമിൻ്റെ ഒരു ഇതാണ്, അത് ചിലപ്പോൾ കട്ടായി പോകും. അപ്പം വീണ്ടും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കയറിയാൽ മതി, കുഴപ്പമൊന്നുമില്ല, പഴയ പോലെ തന്നെ. അടുത്തായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികളാണ് നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. 3-ാം അധ്യായത്തിൽ മുടന്തൻ സൗഖ്യമാകുന്നു നമുക്ക് കാണുന്നു. 4-ാം അധ്യായത്തിൽ അതെ, സഭയുടെ പീഡനം, പെർസിക്യൂഷൻ ഓഫ് ചർച്ച്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. 4-ാം അധ്യായമാണ് നാം വിശദമായിട്ട് പഠിച്ചത്. അതില് 4-ാം അധ്യായത്തിലുള്ള ഒരു ചെറിയ കടന്നുപോക്ക് നമ്മൾ നടത്തുകയാണ്. 4-ാം അധ്യായത്തിൽ കാണുന്ന ഒന്നാണ്, അവരെ പത്രോസിനെ കൊണ്ട് നിർത്തിയ ഒരു സ്ഥലമുണ്ട്, ന്യായാധിപ സംഘം അല്ലെ. ഞാൻ അതിന്റെ ഒരു പേര് പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? സന്നിധി സംഘം. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്നിധി സംഘത്തിൽ ഏകദേശം എത്രത്തോളം പേര് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? മാക്സിമം 71. ഓക്കെ, 71 71. അതെ. അപ്പോൾ അവിടെ 3 പേരെ വിസ്തരിച്ചതായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ 3 പേരെ വിസ്തരിച്ചു ആ കോടതിയിൽ. 1 യേശുവിന്, 2 സ്തെഫാനോസിന്, 3 പൗലോസിന്. കേട്ടോ, ആ കാലത്തെ മഹാപുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആരൊക്കെയായിരുന്നത്? അന്നാഫ്, കയ്യാഫ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്ന അവരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് സഭയുടെ ഏകാഗ്രമായ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ആ ഒരു പ്രാർത്ഥന നമുക്ക് അടുത്ത ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. സഭ വളരെ ശക്തമായി ആഴമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു വലിയ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുക എന്നതിനേക്കാൾ ഉപരി എന്തായിരുന്നു? കർത്താവേ, പൂർണ്ണ ധൈര്യത്തോടു കൂടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിപ്പാൻ കൃപ നൽകണമേ. ഒരു സെക്കൻഡ്. അപ്പൊ കൃപ നൽകണമേ, ഞങ്ങൾക്ക് പൂർണ്ണ ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിപ്പാനുള്ള കൃപ നൽകുമോ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ ഇരുന്നിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അതേ തീർന്നു. 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് അവര് വിശ്വസിച്ചവരുടെ കൂട്ടത്തെ കുറിച്ച് നമുക്ക് കാണുന്നു. വിശ്വസിച്ച കൂട്ടം എങ്ങനെയുള്ളവരായിരുന്നു? അതെ, സ്തോത്രം. എന്നിവര് പിന്നെ സ്വന്തമെന്ന് അല്ലെങ്കിൽ തനിക്കുള്ള സ്വന്തമെന്ന് ആരും എന്താണ് കരുതി കേട്ടോ. അതാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു ആ കാലത്തെ ആദിമസഭയിൽ. അതെ, അവസാനമായിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു മാതൃകാ വിശ്വാസിയെ കുറിച്ച്. ആരായിരുന്നു? ബർന്നബാസിന്റെ ഒരു പേര് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് ഞാൻ തോന്നുന്നു. ആ ബർന്നബാസിന്റെ പേരാണ്, ബർന്നബാസ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? പ്രബോധനപുത്രൻ.
അതുകൊണ്ട് നിങ്ങൾ ആ സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പ്രബോധനപുത്രൻ. നമുക്ക് 36 വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്, പ്രബോധനപുത്രൻ കേട്ടോ എന്ന്. അങ്ങനെ ഒരു മാതൃകാ വിശ്വാസിയായിരിക്കുന്ന ബർന്നബാസിനെ നമുക്ക് കാണാൻ കഴിയുന്നു. 4-ാം അധ്യായം നമുക്ക് വളരെ ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോട്ടുകൾ എഴുതിയെടുക്കുന്നുണ്ട്. വെരി ഗുഡ്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 4-ാം അധ്യായത്തിൽ ഞാനൊരു മനപ്പാഠവാക്യം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 4:12 പറയാൻ പറ്റുന്നവരൊക്കെ കൂടി പറഞ്ഞു. നല്ലൊരു വാക്യം അത്. സ്തോത്രം. ബാവുച്ചാൻ അടക്കം ഇപ്പോൾ പറഞ്ഞ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. സ്തോത്രം. ഇത് ഏറ്റവും പത്രോസ് പറഞ്ഞ ഒരു വലിയ ജ്ഞാനം തന്റെ ജീവിതത്തിൽ ആത്മാവ് നൽകി കൊടുത്തൊരു ജ്ഞാനമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല അല്ലെ. നമ്മളൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടൊക്കെയാ പല കാര്യങ്ങളും പറയുന്നത്, പ്രസ്താവിക്കുന്നത്. പക്ഷെ നോക്കിക്കേ, സാധാരണക്കാരൻ, അതിന്റെ തൊട്ടടുത്ത വാക്യം വായിക്കുന്നു, സാമാന്യരായ പഠിപ്പില്ലാത്ത പത്രോസിലൂടെ ദൈവം ചെയ്തത് നോക്കിക്കേ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുക, രക്ഷ യേശുവിൽ മാത്രമേ, അല്ലെങ്കിൽ യേശുവിലാണ് രക്ഷയുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ അത് പൂർണ്ണമാകില്ലായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടെയാണ് പത്രോസ് പറഞ്ഞത്, വേറൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷ എന്നാണ് യേശു ക്രിസ്തുവിൽ മാത്രമാണ് എന്നത് വ്യക്തമാക്കി അല്ലെ. സ്തോത്രം. അപ്പൊ രക്ഷ യേശുവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുഴപ്പമില്ല, യേശുവിലൂടെയുള്ള രക്ഷയ്ക്ക് വേണ്ടി കുറച്ചു പേര് പൊക്കോട്ടെ, ബാക്കിയുള്ളവരിലും രക്ഷയുണ്ടല്ലോ എന്ന് കരുതിയേനെ. എന്നാൽ പത്രോസ് പറഞ്ഞ് അവിടെ വ്യക്തമാക്കുകയാണ്, മറു ചോദ്യത്തിന് അവസരം കൊടുക്കാതെ വേറൊരുത്തനിലും രക്ഷയില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിലൂടെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? പാപങ്ങളുടെ മോചനമേ സാധ്യമായി തീരത്തുള്ളൂ. സ്തോത്രം. യേശുവിന്റെ മക്കളായി തീരുവാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് അത് സ്തോത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് വളരെ സന്തോഷത്തോടെ നീങ്ങാം. 5-ാമത്തെ അധ്യായം അല്ലെ. നമ്മളിപ്പം 5 അധ്യായങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 5 ചാപ്റ്റർ നമ്മൾ വന്നിരിക്കുന്നു. എത്ര അതിവേഗമാണ് 5 ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കാനിടയായത്. 4 ചാപ്റ്ററുകൾ പിന്നിട്ടു 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. 5-ാമത്തെ അധ്യായം എല്ലാവർക്കും വളരെ വളരെ എന്താണ് ഒരു അറിയാവുന്ന ഒരു ഭാഗമാണ്. കുറച്ചുകൂടെ 4-ാം അധ്യായത്തെക്കാളും 5-ാം അധ്യായം വളരെ പരിചിതമുള്ള ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് ഒരു ദമ്പതികളുടെ മരണത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദമ്പതികളുടെ മരണം. ഈ അധ്യായത്തിന്റെ അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത്, ചാപ്റ്ററിന്റെ പേര് അനന്യാസും സഫീറ എന്ന് പറയുന്ന ദമ്പതികൾ മരണമടയുന്നു, അല്ലെങ്കിൽ അനന്യ സഫീറയുടെ മരണം എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ കൊടുക്കുന്ന ഒരു ഹെഡിങ് കേട്ടോ, തലക്കെട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത പോലെ സഭയുടെ പീഡനം, പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, മുടന്തന്റെ സൗഖ്യം എന്ന് കൊടുത്തതുപോലെ തന്നെ നമ്മൾ ഈ അധ്യായത്തിന് കൊടുക്കുന്ന അനന്യ സഫീറ പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാനിരുന്ന ഓരോ അതിനകത്ത് പ്രധാനപ്പെട്ട ഓരോരുത്ത് ഞാൻ അതിന്റെ ഒരു സബ്ജക്ട് ഇതാണെന്നുള്ളതിനെ കുറിച്ച് ഞാനാണ് അതിന് ഇടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അധ്യായം എന്താണെന്ന് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയാണ്. ഇപ്പൊ മറ്റു വേറൊരു ഭാഗം എടുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇതാണ് അല്ലെ. എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ് അനന്യാസ് സഫീറയുടെ മരണത്തെ കുറിച്ച്. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സഫീറയോട് കൂടെ ഒരു നിലം വെച്ചു. വായിച്ചോ മോളെ, താഴെ പോയി. ഭാര്യയുടെ വലയോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലിൽ വെച്ചു. അപ്പോൾ പത്രോസ് മതി മകളെ. ഇവിടെ സഭ എല്ലാം പൊതുവക എന്നെണ്ണുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അവരുടെ വസ്തുവകളെല്ലാം വിറ്റുകൊണ്ടെന്ന് അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്നു എന്ന് അറിഞ്ഞു. ആ ഒരു ഭാഗം അങ്ങനെ ചെയ്ത ഒരു മാതൃകാ വിശ്വാസി യൗവനക്കാരനാണ് ആര്? ബർന്നബാസ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ബർന്നബാസ് തനിക്കുള്ളതെല്ലാം വിറ്റുകൊണ്ടെന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പലരും വിൽക്കുന്നു, അവരുടെ പണം കൊണ്ട് വെക്കുന്നു ഒക്കെ ചെയ്തപ്പോൾ അനന്യ സഫീറ എന്ന് പറയുന്ന ദമ്പതികൾക്ക് ഒരു താല്പര്യം, തങ്ങളുടെ വസ്തുവകയും പലവട്ടം പ്രസംഗം കേട്ടിട്ടുണ്ട്, പലവട്ടം നമ്മൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാൻ 1-2 കാര്യങ്ങളുണ്ട്. ഇവരും ചിന്തിച്ച് അല്ലെങ്കിൽ ഇവരും തീരുമാനിച്ചൊരു കാര്യം, വസ്തുവക എല്ലാവരും വിൽക്കുമ്പോൾ ഞങ്ങൾക്കും ഒന്ന് വിറ്റാ കൊള്ളാം.
പക്ഷെ വിറ്റ് കഴിഞ്ഞപ്പോൾ അവര് ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്തു? ഭാര്യയുടെ അറിവോടെ വിലയിൽ എന്ത് ചെയ്തു? കുറച്ച് എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അത് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവര് വസ്തു വിറ്റിട്ട് അത് ഒരംശം എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്ത് എന്ത് ചെയ്തു? ഭാഗത്ത് വെച്ചു, അല്ലെങ്കിൽ അവർ വീട്ടിൽ സൂക്ഷിക്കുവാനായിട്ട് അത് ഇടയായി. ഈ മുമ്പിലുള്ള വാക്യങ്ങൾ നാം കാണുമ്പോൾ 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഈ ബർന്നബാസ് അടക്കമുള്ള അല്ലെങ്കിൽ ആ ചർച്ചിലെ ആ ആദിമ സഭയിലെ ദൈവമക്കൾ പലരും അവർക്കുണ്ടായിരുന്ന ചെറുതും വലുതുമായ വസ്തുവകകൾ വിറ്റ് അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അവിടെ എന്ത് ചെയ്തു? അവരൊരു നല്ലൊരു തീരുമാനമാണ്, നല്ലൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ വിറ്റ് കഴിഞ്ഞ് അവരുടെ കയ്യിൽ പണം വന്നപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ആ വിഷയത്തിൽ ഒന്ന് ചഞ്ചലിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വ്യതിചലിക്കാനായിട്ട് അത് ഇടയായിത്തീർന്നു. അതിന് ഉദാഹരണമാണ് നമുക്കറിയാം വാക്യം 3 ഒന്ന് നിങ്ങളൊന്ന് വായിച്ചാട്ടെ. വാക്യം 3. അപ്പൊ ഈ മതി താങ്ക് യു. ഞാൻ ആ ഭാഗം സാത്താൻ പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ അനന്യാസിന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? കൈവശമാക്കി. അതാ ഇവിടെ വിറ്റതല്ല പ്രശ്നം, പൈസ കൈ വന്നതല്ല പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സാത്താൻ ഹൃദയത്തെ എന്ത് ചെയ്തു? കൈവശമാക്കി. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള താല്പര്യവും സമർപ്പണവും എല്ലാം അനന്യാസിനും സബീറയ്ക്കും ഒക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നത് അത് മുമ്പ് വരെയുള്ള ആ ഒരു തീരുമാനം, ആ ഒരു ഡിസിഷൻ അതൊരു നല്ല ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ഇത് വിറ്റ് കഴിഞ്ഞ് ഒരു പക്ഷെ പണം കൈ വന്നപ്പോൾ ഭാര്യയുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും അല്ലെ? ഇപ്പോൾ പണം കൈവശം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കുടുംബ വിഷയങ്ങൾ എല്ലാം എന്ത് ചെയ്യണേ? ഭാര്യയുമായി ഡിസ്കസ് ചെയ്യുന്ന അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഭാര്യയുമായി ഡിസ്കസ് ചെയ്തപ്പോൾ ഭാര്യ പറഞ്ഞു, എന്താ അച്ഛാ എത്രയൊക്കെ തുക കിട്ടിയതാണ്, അവർ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് വില കൂടെ കൂടുതൽ കിട്ടി അല്ലെ? അവർ വിചാരിച്ചിരുന്നത് എന്താണ്? ഞാനൊരു ഒരു എക്സാമ്പിളിനായിട്ട് പറയുക. അവർ വിചാരിച്ചിരുന്നത് മാക്സിമം ഒരു 5 ലക്ഷം രൂപ ഈ വസ്തുവിന് കിട്ടുമെന്നാണ് വിചാരിച്ചു. 5 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ച് ഇവര് പ്രാർത്ഥിച്ചു, എല്ലാം ഇങ്ങനെ ഇരിക്കുക, നല്ലൊരു വില കിട്ടിയതൊന്ന് വിറ്റേച്ച് ഇതെന്ത് ചെയ്യണം? ദൈവസഭയ്ക്ക് ദൈവാലയത്തിൽ കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു 7 ലക്ഷം രൂപ കിട്ടി. വിചാരിക്കുക 7 ലക്ഷം രൂപ കിട്ടി. എന്താണ് ആ ഒരു ഹൃദയത്തിന് താല്പര്യം? 7 ലക്ഷം രൂപ കിട്ടിയപ്പോൾ പൈസ കൈ വന്നപ്പോ എന്താണ്? 7 ലക്ഷം രൂപ ഇപ്പൊ സഭയ്ക്ക് കൊടുത്തിട്ട് എന്നെ എടുക്കാൻ? സഭയ്ക്ക് ഇതിന്റെ ആവശ്യം ഇപ്പം പലരും കൊടുത്തിട്ടുണ്ടല്ലോ. അവറാച്ചൻ കൊടുത്തിട്ടുണ്ട്, തോമാച്ചൻ കൊടുത്തിട്ടുണ്ട്, ചിന്നമ്മ കൊടുത്തിട്ടുണ്ട് അല്ലെ, മറിയാമ്മ കൊടുത്തിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം വലിയായിട്ട് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇത്രയും പണം ഇത്രയും പണം ഞങ്ങളുടെ കയ്യില് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് നമ്മൾ ഇത് മൊത്തം കൊണ്ട് കൊടുത്താൽ ഇനി അടുത്ത നേരം നമ്മുടെ കാര്യം എന്താകും എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിനകത്തേക്ക് അവർക്ക് വരാനിടയായി തീർന്നു എന്ന് ഞാൻ ചിന്തിക്കുക. എന്തുകൊണ്ടെന്നാൽ എന്താണോ ഹൃദയം ഇത് പൈസ കൈ വന്നപ്പം ഹൃദയം എന്ത് ചെയ്തു? അതെ, സാത്താൻ കൈവശമാക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ ഉണ്ടായ ഒരു കാര്യം ഭാര്യമാരുടെ അറിവോടുകൂടെ കാര്യം ചെയ്യണം, കുഞ്ഞുങ്ങളുടെ അറിവോടുകൂടെ കുടുംബത്തിന്റെ കാര്യം ചെയ്യണം. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുടുംബ വിഷയം എടുക്കുമ്പോൾ അത് കുടുംബത്തോടുള്ള ആലോചനയിൽ തന്നെ നമ്മൾ അത് ചെയ്യുവാനായിട്ടിടയായി തീരണം. ചിലർ അങ്ങനെയല്ല, ചിലർ പറയും ഞാൻ തീരുമാനിക്കുന്നത്, നിങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടണ്ട എന്ന് പറയും. ഒരു കുടുംബത്തിന്റെ വിഷയം എടുക്കുമ്പോൾ ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, അല്ലെ കുഞ്ഞുങ്ങളുണ്ടോ, അവരുമായി ഒരുമിച്ചിരുന്ന് വേണം ഒരു തീരുമാനം കൈക്കൊണ്ട് പ്രാർത്ഥിച്ച് അതിന്റെ മേൽ എന്താണ് അതേ സ്തോത്രം ചില കാര്യങ്ങൾ അത് ചെയ്ത് അത് എടുക്കാനായിട്ട്. എന്നാൽ ചിലർ അങ്ങനെയല്ല, ചിലര് തങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ. ഇവരുടെ തീരുമാനമൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഇവരെടുത്ത തീരുമാനത്തിന് ശേഷമായിട്ട്
കൈ വന്നപ്പോൾ അതിനിടയിൽ വന്ന ഒരു സമയത്ത് അവരുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കിയെടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉദ്ദേശം നല്ലതാ, നമ്മുടെ തീരുമാനം ഒരുപക്ഷെ നന്നായിരിക്കും, എല്ലാ കാര്യങ്ങളും വളരെ ഇതായിരിക്കും. പക്ഷേ നമ്മൾ അതിനുശേഷവും നമ്മൾ ഏത് കാര്യത്തിലാണോ ദൈവ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സദാ ജാഗരൂകരായിരിക്കണം. അതേ, സദാ നമ്മൾ സന്നദ്ധരായിരിക്കണമെന്ന് ഞാൻ ഈ സമയം അതേ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ നമ്മൾ പഠിക്കുന്ന ഇതിനകത്ത് വളരെ ആഴമായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും പ്രസംഗം കേട്ട് വിട്ടിട്ടുണ്ടെങ്കിലും സബീറയും വിലയൊക്കെ കുറെ എടുത്ത് മാറ്റിവെച്ചു. അത് എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ അവർക്ക് മരണം ഉണ്ടായെന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ അത്ര ചിന്തിക്കാറില്ല. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഇതിനിടയ്ക്ക് സാത്താൻ ഇവരുടെ ഹൃദയത്തെ ഒന്ന് കൈവശമാക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരിക്കലും സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കുന്ന ഒരു സാഹചര്യങ്ങളും നമുക്കുണ്ടാവരുത്. കാരണം എന്താണ്? ഹൃദയം നമുക്ക് ദൈവിക വിഷയത്തിനകത്ത് കർത്താവുമായി എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവിക വിഷയങ്ങൾ എപ്പോഴും നിറയപ്പെടാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് അത് ഇടയായിട്ട് ചിന്തിക്കുകയാണ്. ഇവർക്ക് കിട്ടിയ ഈ ഒരു തുക ഒരുപക്ഷെ കൂടുതൽ കിട്ടി കാണാം. എന്റെ ചിന്തയാണ് കേട്ടോ, ഭാവനയാണ് എന്റെ ചിന്ത. ഈ കിട്ടിയ തുക അവരെന്ത് ചെയ്തു? കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതെന്തിനാ ഇത്രയും പണം എന്തിനാ? അതിൽ കുറെ എന്ത് ചെയ്തു? എടുത്തിട്ട് ഒരു അംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാനായിട്ട് അതിടയായി തീർന്നു എന്നാണ് നമ്മളുടെ വായിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാ. പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്തു? തീരുമാനം ദൈവാത്മാവിനോടായിരുന്നു, അല്ലെ? അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടല്ല അവിടെ വസ്തുവക വിറ്റത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളും ദൈവവും തമ്മിലാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തെ എപ്പോഴും ദൈവവുമായിട്ടുള്ള ഉടമ്പടികളെ, നേർച്ചകളെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നേർന്നാൽ നിവർത്തിക്കാൻ മടിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ നേർന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ അതെ നമ്മള് അതെ ആ തീരുമാനത്തെ നമ്മൾ നിറവേറ്റുവാനായിട്ടിടയായിട്ട്. അങ്ങനെ ഇവർ എന്താണ്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ ഇവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? സാത്താൻ അതെ കസ്റ്റഡിയിൽ എടുക്കാൻ അത് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങൾ നമ്മൾ എന്നത് കൊടുക്കണോ എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത്. പക്ഷേ ദൈവമായാണ് നമ്മൾ ഉടമ്പടി. പാസ്റ്ററുമായിട്ടല്ല, സഭയുമായിട്ടല്ല, ബഥേലുമായിട്ടല്ല. നമ്മുടെ ഉടമ്പടി ദൈവവുമായിട്ട് നമ്മുടെ ഉടമ്പടി. നിങ്ങൾ ദൈവവുമായിട്ടൊരു ഉടമ്പടി എടുത്താൽ ആ ഉടമ്പടിയെ നിങ്ങൾ എന്താണ് അത് ചെയ്താൽ നിങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും എല്ലാം അത് എന്ത് ചെയ്യുന്നു? അനുഗ്രഹകരമായി തീരുവാനായിട്ട് അത് ഇടയായിട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരാള് തങ്ങളുടെ വസ്തു വിറ്റിട്ട് കൺവെൻഷൻ നടത്തിയിട്ട് വാടകയ്ക്ക് പോയി കിടന്ന ഒരു കൂട്ടരെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവർത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കുക. ആ വ്യക്തി തന്റെ വസ്തു വിറ്റിട്ട് കൺവെൻഷൻ നടത്തി. അപ്പോൾ എന്ത് ചെയ്തു? കൺവെൻഷൻ നല്ല ചെലവുണ്ട്. ഒരു കൺവെൻഷൻ നടത്തണോ? ദൈവാത്മാവ് തന്നോട് പറഞ്ഞു തനിക്ക് പൈസ ഇല്ല, തന്റെ ഓൺ വസ്തു വിറ്റിട്ട് താൻ കൺവെൻഷൻ നടത്തി. എല്ലാം നല്ല അനുഗ്രഹമായിരുന്നു. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു, സ്നാനങ്ങൾ നടന്നു. അവിടെ എന്താണ് ദൈവസഭയ്ക്ക് വലിയ വളർച്ചകളൊക്കെ ഉണ്ടായി. പക്ഷേ അടുത്ത മാസം തൊട്ട് പുള്ളി വാടക വീട്ടിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കക്ഷിയാണ് കാണുവാനായിട്ടിടയായിത്തീർന്നത്. അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാണ് ഞാൻ ഇത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു നീ മണ്ടന. അവിടുത്തെ ചർച്ചിന്റെ ലീഡർ വരെ പറഞ്ഞു അതെ ഇത്രയും ഒരു മണ്ടത്തരം കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു നിനക്കുള്ളതിന് നീ എന്റെ വേലയ്ക്ക് വേണ്ടി നീ കൊടുക്ക. അപ്പം തനിക്കൊന്നുമില്ല. സാധാരണ ഒരു പണിക്കാരനാ, സാധാരണ ജോലിക്കാരനാ. തനിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. കൊടുക്കാനുള്ളത് ഈ താമസിക്കുന്ന ഈ 4 സെന്റ് 5 സെന്റ് സ്ഥലവും ഈ ചെറിയൊരു പുരയിടവും മാത്രമാണ്. അതിന് ഒരു ആള് വന്നപ്പോൾ ആ വർഷത്തെ കൺവെൻഷൻ ആ പണം കൊണ്ട് താൻ നടത്താനായിട്ട് അത് ഇടയായിരുന്നു. ആ പണം കൊണ്ട് കൺവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ പഠിച്ചു. ബന്ധുക്കൾ, മിത്രങ്ങൾ, ചർച്ചക്കാർ, എന്ത് വേണ്ട ദൈവദാസന്മാർ, വിശ്വാസികൾ എല്ലാവരും തന്നെ പഠിച്ചു. പക്ഷേ താൻ ദൈവമായുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിൽ മനോഹരമായ കൺവെൻഷൻ നടത്തി ആത്മാക്കളുടെ രക്ഷയും വിടുതലുമായിരുന്നു താൻ കണ്ടത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, എല്ലാവരും തന്നെ അതെ നിന്ദിക്കുകയും അതും ഇതും ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് നാളുകൾ, ചില നാളുകൾ എല്ലാം ഇതിനകത്ത് വാടക പോലും കൊടുക്കാൻ വകയില്ലാതെ ബുദ്ധിമുട്ടി. സ്തോത്രം. അപ്പോഴും ഒരു ദൈവശബ്ദമില്ല, അപ്പോഴും ഒരു ദൈവ ഇടപെടലില്ല, അപ്പോഴും പ്രവാചകന്മാർ തന്നെ തേടി വരാറില്ല, തനിക്കൊരു ദൂതുമില്ല, വാഗ്ദത്വങ്ങളുമില്ല. സ്തോത്രം. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം, ദൈവം, ഞാൻ ചുരുക്കി പറയുക, ദൈവം തനിക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, താൻ
എന്താണ് തന്റെ ഒരു ആയുഷ് മുഴുവനും അധ്വാനിച്ചാൽ നേടാൻ കഴിയാവുന്നതിനപ്പുറമായ ഒരു മനോഹര ഭവനത്തെ ദൈവം തനിക്ക് സൗജന്യമായി നൽകുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിച്ചപ്പോൾ തനിക്കും കുടുംബത്തിനും എന്താണ് അത് സ്തോത്ര മാർബിൾ ഇട്ട് ഒരു വീട്ടിനകത്ത് കയറി നടക്കാൻ ഒരു ഭാഗ്യം. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ നമ്മുടെ പരിക്കനിട്ട ഒരു വീട്ടിനകത്തായിരുന്നു അത് വിറ്റ ദൈവത്തിന്റെ വേല നടത്തിയത് അല്ലെങ്കിൽ കൺവെൻഷൻ നടത്തിയത്. ഇത് നടത്തി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മാർബിൾ ഇട്ട വീടിനകത്ത് പാദമൂന്നി അനേക ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് അതേ അനുഗ്രഹത്തോടെ അരിപ്പാനായ ഒരു കാഴ്ച. അതേ സ്തോത്രം. അതെന്റെ ഒരു നേർക്കാഴ്ചയാണ്. ഇന്ന് അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്തോത്രം. അതിന് പറയുന്ന ഒരുപാട് കണ്ണുനീര് വീണിട്ടുണ്ട്. അനേക ദിവസങ്ങൾ വാടക കൊടുക്കാനില്ലാതെ അനേക മാസങ്ങൾ. പക്ഷേ ദൈവമായി നമ്മൾ ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നാൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. മാർബിൾ ഇട്ട വീട് കണ്ടല്ല പുള്ളി കൺവെൻഷൻ നടത്തിയത്. തൻ ദൈവമായുള്ള ഒരു ബന്ധമായിരുന്നു. അത് താൻ ചെയ്തു. അടുത്തത് എന്താണെന്ന് താൻ ആലോചിച്ചില്ല. എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് താൻ ആലോചിച്ചില്ല. പക്ഷേ അത് ചെയ്തപ്പോൾ ദൈവം തന്നെയും തന്റെ തലമുറയെയും അനുഗ്രഹിക്കുവാനായിട്ടിടയായി തീർന്നു. ഇപ്പോൾ തന്റെ തലമുറ വിദേശ രാജ്യത്ത് അനുഗ്രഹമായിട്ട് അവർക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അവര് ഇന്ന് എന്താണ് അനേകരെ വീട് വെക്കാൻ സഹായിക്കുന്ന തരത്തിലേക്ക് തന്റെ തലമുറയെ ദൈവം മാറ്റി. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ വിശ്വസ്തയോടും നേരോടും ദൈവം എടുക്കുന്ന ഉടമ്പടി നമ്മൾ തീരുമാനങ്ങൾ, ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞ, മറ്റു പല കാര്യങ്ങളായിരിക്കും നിങ്ങളോടുള്ള ബന്ധത്തിൽ എന്നോടുള്ള ബന്ധത്തിൽ അത് നമ്മൾ നിറവേറ്റിയാൽ ദൈവം നമ്മെയും നമുക്കുള്ളതിനെയും അതേ സ്തോത്ര അനുഗ്രഹിപ്പാനും അതേ സ്തോത്രം മറ്റുള്ള മുൻപിൽ നമ്മളെ ദൈവം ഉയർത്തുവാനും ഇടയായി തീരും. നമ്മൾ ഈ ഉയർച്ചയ്ക്കോ മാന്യതയ്ക്കോ വേണ്ടി ആകരുത് നാം ചെയ്യുന്നത്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അത് നിങ്ങളെ ഓരോരുത്തരുടെ അനുഭവം എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്രകാരം അനുഭവത്തിലൂടെ കടന്നുപോയവരുണ്ട്. പലരും ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് അനുഗ്രഹിച്ചു അല്ലെ. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. പലരും എന്നെ വിളിച്ചു പറഞ്ഞു, ജോലി ചെയ്യാതെ സാലറി പലരും പറ്റുന്നു അല്ലെ. എവിടെ നടക്കും അല്ലെ? എവിടെ ആണ് നമുക്കിങ്ങനെ ഒന്ന് സാധ്യമാകാനായിട്ടിരുന്നത്? പലർക്കും കയ്യിൽ ദൈവം ശമ്പളം തന്നു ജോലി ചെയ്യാതെ അല്ലെ. എത്ര അനുഗ്രഹമായ ഒരു കാര്യമാണ്. നമ്മളൊരു ജോലി ചെയ്യാതെ ആർക്കെങ്കിലും ശമ്പളം കൊടുക്കാറുണ്ടോ അല്ലെ? നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പണിക്കാരനെ വിളിച്ചു അല്ലെ, അവിടെ തെങ്ങിന്റെയും വാഴയുടെ ഇടയെല്ലാം കളപ്പിച്ചിട്ട് അല്ലെ എല്ലാം ചെയ്യിപ്പിച്ച് 5 മണിക്ക് കയറി പോകണം. നമ്മളും അന്നേരം കറക്റ്റ് 5 4:45 നമ്മളൂടെ കൂടി ഇറങ്ങി വർത്താനവും പറഞ്ഞു വേണമെങ്കിൽ ഒരു അരിവായൊക്കെ ആയിട്ട് നിന്ന് വേണേ അവനെ കൊണ്ട് 5:30 5:45 വരെ പണി എടുപ്പിച്ചിട്ട് അവൻ എന്ത് ചെയ്യത്തുള്ളൂ? അത് 550 രൂപ 600 700 രൂപ കൊടുക്കത്തുള്ളൂ. പണി ചെയ്യിക്കാതെ നമ്മളൊന്നും കൊടുക്കത്തില്ല. പക്ഷേ നോക്കിക്കേ, നമ്മളെ ഒരു ജോലി പോലും ചെയ്യാതെ പലരും 1 മാസം ഇരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോക്ക്ഡൌണിൽ കരുതൽ അനുഭവിച്ച ഒരുപാട് കരുതലുകൾ പറയാനായിട്ടുണ്ട്. അലക്സാനെ എഴുതിനകത്ത് നിന്ന് പോയോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കാണുന്നില്ല. അലക്സാൻ പറഞ്ഞു ഉണ്ട്. ഞാൻ ഇങ്ങനെ മാറ്റേണ്ടതുകൊണ്ട് ഞാൻ അതിന് അസൗകര്യം ഇതാകുന്നതുകൊണ്ട് ഞാൻ മാറ്റാത്ത. അപ്പം അലക്സാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് തുടങ്ങുമ്പോൾ, നമ്മുടെ ആരാധന തുടങ്ങുമ്പോൾ ഒരുപാട് പേരുടെ സാക്ഷ്യമായിരിക്കും പാസ്റ്ററെ, കരുതലിന്റെ സാക്ഷ്യമായിരിക്കാം നമുക്ക് പല വെള്ളിയാഴ്ചകളും കേൾക്കാനുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് നടത്തിയ വിധങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഒക്കെ നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്ലാസ് ഒക്കെ ഇപ്പൊ ഞാൻ എടുക്കുക, ഇനിയിപ്പോ ഞാൻ ആ സമയത്ത് 1 മാസത്തേക്ക് റെസ്റ്റ് ചെയ്യും. അപ്പോൾ വെള്ളിയാഴ്ചകളെല്ലാം സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് അത് ഇടയായി തീരുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൌണിൽ എത്ര കരുതല ദൈവം നമ്മെ ഞാനടക്കമുള്ളവരെ ദൈവം എത്ര അനുഗ്രഹത്തോടെയായിരുന്നു. അതേസമയം നമ്മളിൽ പലരും നാട്ടിൽ ഒന്നായിരിക്കും ആരെങ്കിലും നമുക്ക് തരുമോ 10 രൂപ? ആരെങ്കിലും നമ്മൾക്ക് ശമ്പളം തരുമോ അല്ലെ? പലരും അതേ നാട്ടിൽ ബുദ്ധിമുട്ടുമ്പോഴും നിങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയാമോ? 10 രൂപ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചപ്പോൾ അതിൽ അതേ സ്തോത്രം, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിലും നിങ്ങൾ അതേ സ്നേഹിച്ച് ബുദ്ധിമുട്ടിന് നടുവിലും നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ദൈവം നിങ്ങൾക്കുള്ളതിനെയും ക്ഷാമകാലത്തും ക്ഷേമമായിട്ട് പോറ്റി. ഹല്ലേലൂയ. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ്, പക്ഷെ എനിക്ക് ATM പോകാൻ പറ്റില്ല, അവിടെ തിരക്ക് കാരണം പേടിച്ച് മാറി നിൽക്കുക. കാരണം സാധനം വന്നിട്ടുണ്ട്, പൈസ വന്നിട്ടുണ്ട്, ATM പോകാൻ പറ്റില്ല, അവിടെ ആൾക്കാർക്ക് ഇടിച്ചു നിൽക്കുക, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അന്നേരം ഓർക്കുകയായിരുന്നു, എൻ്റെ കർത്താവേ, ATM പോകാനും അവിടുന്ന് പൈസ എടുക്കാനും ഒക്കെയുള്ള കൃപ ദൈവം അത് കൊടുത്തല്ലോ. എൻ്റെ ദൈവമക്കൾക്കായി ഞാൻ അവർക്ക് കരുതലിന് ദൈവം അവർക്കായി ഒരുക്കിയ കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനിയും ദൈവം നമ്മളെ കരുതും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരായിട്ടൊന്നുമല്ല, എല്ലാം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോൾ അന്ന് വേണ്ട എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകുവാനായിട്ട് അത് ഇടയായിത്തീരും. സ്തോത്രം. കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പല സ്ഥലത്ത് പോയപ്പോൾ കാണുന്ന ഞാൻ ഗൾഫിൽ പട്ടിണി അടക്കുന്ന
ഗൾഫിലെ ഉള്ള അല്ലെങ്കിൽ ഗൾഫിലെ ആളുകളെ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് കഴിഞ്ഞത്. എന്നെ ഒരുപാട് അധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇതുവരെയും കേട്ടിട്ടില്ല. ഗൾഫിലുള്ളവരെ ആണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഒരു പിരിവാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു കോൺട്രിബ്യൂഷനും ഒക്കെ ആശ്രയിക്കുന്നവരെയാണ്. പക്ഷേ അവരിൽ പലരും ഗൾഫിലുള്ള പല കുടുംബങ്ങളും ബുദ്ധിമുട്ടിലായിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നി. അത് ആഹാരത്തിനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കുക, നമ്മളിൽ ഓരോരുത്തരെയും ദൈവം എത്ര ശക്തമായിട്ട് കരുതുന്നുണ്ട്, ദൈവം നടത്തുന്നുണ്ട് അല്ലെ. ആ ദൈവത്തിന്റെ കരുതലായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് അതേ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം അതേ നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട്, നമ്മൾ കഴിവുകൊണ്ടല്ല, നമ്മുടെ പഠിപ്പ് കൊണ്ടല്ല, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടല്ല, നമ്മുടെ കുടുംബ മഹിമ കൊണ്ടല്ല, നമ്മളൊക്കെ ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്നത് എന്താണ്? ദൈവത്തിന്റെ മഹാകൃപയൊന്നു മാത്രമാണ്. എപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇത് വന്നുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിലേക്ക് വന്നത്. ദൈവമായുള്ള ഉടമ്പടിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള അതേ ഒരു കാര്യം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അനന്യാസും സഫീറയും, ഞാൻ പറയുന്നത് കേൾക്കാവല്ലേ? കൈ ഒന്ന് കാണിച്ചാൽ അനന്യാസും സഫീറയും ഈ ഭാര്യയുടെ അറിവോടുകൂടെ പല വിലയിൽ കുറെ എടുത്തു വെച്ചിട്ട് ഒരു അംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ പത്രോസ് ചോദിച്ചു, നമുക്കതിന്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രത്തെ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. കേട്ടിട്ട് അനന്യാസ് പ്രാണനെ വിട്ടു. കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ഇംഗ്ലീഷിലൂടെ വാക്യം. While it remained, was it not your own? And after it was sold, was it not in your own control? Why have you conceived this thing in your heart? You have not lied to men, but to God. മതി. നീ മനുഷ്യരോടല്ല, ഇവിടെ വായിക്കുന്നു, നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത്. കണ്ടോ, സാത്താൻ നമ്മുടെ ഹൃദയത്തെ പിടിച്ചടക്കിയാൽ പിന്നെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം ആർക്കെതിരായി മാറുകയാണ്? ദൈവത്തിനെതിരായിട്ട് അതേ മാറുകയാണ്. സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് വിരോധമായി സംസാരിക്കുക, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുക, ദൈവിക വിഷയങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വിമർശനാത്മകമായി സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ് ദൈവിക ഇടപെടലുകളെ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയുള്ളതായ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാത്താൻ ഹൃദയം കൈവശമാക്കിയാൽ ചെയ്തെടുക്കുവാൻ അത് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുന്ന ഒരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അനന്യാസ് ഇത് പത്രോസ് ചോദിച്ചപ്പം പത്രോസ് ചോദിച്ചു, ഇത് എന്താണ് നിലത്തിന്റെ വിലയെ കുറെ എടുത്തു വെക്കാനും ഇത് എന്താണ് ദൈവത്തോട് വ്യാജം കാണിക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? കൈവശമാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അനന്യാസ് വീണ് പ്രാണനെ വിട്ട ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ അതേ സാധിക്കുന്നത്. നോക്ക് പ്രിയപ്പെട്ടവരെ, പത്രോസ് എന്ത് ചെയ്തു? ഒന്നും പറഞ്ഞില്ല. പത്രോസിന് എനിക്കറിയാം പരിശുദ്ധാത്മാവിലുള്ള ആ വെളിപ്പാടോടെയാണ്. വിലയുടെ കാര്യം ഒന്നും അവിടെ പറയുന്നില്ല, എത്ര രൂപയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പ്രാണനെ വിട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നുവെച്ചാൽ അവിടെ മരണം അതേ സംഭവിക്കാണ്. ദൈവത്തിന്റെ സഭയ്ക്ക് ഉണ്ടാകുന്ന ഒരു ദുഃഖം കൂടിയാണ് അത്. 4 വരെ സഭ വളരെ ശക്തമായ നിലയിൽ മുൻപോട്ട് വന്നപ്പോൾ, 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഒരു വ്യക്തിയുടെ മരണം, സഭയുടെ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് സഭയുടെ എന്താണ് സ്തോത്രം ഒരുപക്ഷെ ആക്റ്റീവായി നിന്ന ഒരു ഫാമിലിയാണ്. അവിടെ ഒരു മരണം സംഭവിക്കുന്നത് സഭയെ സംബന്ധിച്ചോളം അതൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. എങ്കിലും പാപത്തെ എപ്പോഴും ശാസിക്കുന്ന ഒരു പത്രോസാണ് അതിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പാപം എപ്പോഴും എന്താണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. വ്യക്തിയുടെ പാപം, കൂട്ടമായുള്ള പാപം, എന്താണ് ലംഘനങ്ങൾ ദൈവസഭയുടെ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിയ ദൈവദാസൻ അമർച്ചയായി അതിനെ ശാസിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുന്നു. അപ്പോൾ അദ്ദേഹം അനന്യാസ് പ്രാണനെ വിട്ടു എന്ന് മരിച്ചു എന്ന് നമുക്കവിടെ അത് വ്യക്തമാകുന്നു. പ്രിയമുള്ളവരെ, നോക്കിക്കേ, ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അനന്യാസ് ഇതൊക്കെ പറഞ്ഞപ്പോൾ നീ ഇത്രയും കൊണ്ടുവന്നല്ലോ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചിട്ട് അവന്റെ തലമേൽ കൈ വെച്ച് അവനെ പ്രാർത്ഥിച്ച് അതെ ഒരു കുഴപ്പമില്ലെന്ന് പറയും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ അവരായിരിക്കും ആ സഭയിലെ ട്രസ്റ്റി ആയിട്ട് അതേ തീരാനിടയായിട്ട്, അല്ലെ അവരായിരിക്കും അവിടുത്തെ എന്താണ് മൂപ്പനായിട്ട് തീരാൻ, അനന്യാസ് മൂപ്പനായിട്ട് അതേ വരുന്ന നാളുകളിൽ താൻ തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ന് ഈ കാലഘട്ടത്തിലെ പത്രോസന്മാര് അതിന് അതേ എന്താണ് കൂട്ടുനിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? ദൈവസഭയുടെ വളർച്ച എന്ത് ചെയ്യുന്നില്ല, സാധ്യമാകുന്നില്ല. സ്തോത്രം.
അല്ലെ? ദൈവസഭയ്ക്ക് വളർച്ചയ്ക്ക് എപ്പോഴും എന്താണ് നമ്മൾ പറയാ, ഒരു വലിയ ഒഴുക്കൊഴുക, ഒഴുക്കിനെ എപ്പോഴും തടഞ്ഞു നിർത്തുന്ന, കെട്ടി നിർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പൊട്ടിച്ചു വിടുമ്പോൾ ആ ഒഴുക്ക് വളരെ ശക്തിയോടെ ഒഴുകാനിടയായിട്ട്, അല്ലെ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അതേ സഭയ്ക്കകത്ത് ഒരു ഉണർവ് വ്യാപരിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം? അത് എവിടെയെങ്കിലും പാപത്തിന്റെ കണികകൾ ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചു ദൂരക്കളയുവാൻ, മുഖം നോക്കാതെ അതിനോട് എന്താണ് അതെ കർശനമായിട്ട് ഇടപെടുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മാവിന്റെ അഭിഷേകം ആ നൂറ്റാണ്ടിലെ ആദിമ നൂറ്റാണ്ടിലെ ദൈവവൃത്യന്മാരുടെ മേൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, ഇവരുടെ മേൽ എന്തുണ്ടായിരുന്നു? അവർ അഭിഷേകത്താൽ നിറഞ്ഞ് അവരെന്ത് ചെയ്തു? അതെ ശാസിക്കാനായിട്ടിടയായത്. മറിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശാസന ഇന്ന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പൊതുവെ ആത്മീയ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ ശാസന ഇഷ്ടമല്ല. ആരെ ശാസിക്കുന്നുവോ അവർക്ക് പിന്നെ എന്താണ് ദൈവസഭയായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. ഒരുപക്ഷെ സഭ വിട്ടുപോവുക എന്നുള്ളതാണ് അതെ അടുത്ത നടപടി, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശാസന കിട്ടിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ക്ലാസ് ഇരിക്കുന്ന പലരെയും വ്യക്തിപരമായി ശാസിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവര്. അവരൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടും അല്ല നിലയിൽ എന്ന് വെച്ചാൽ അവരുടെ ആത്മീയ ഗുണത്തിന് വേണ്ടിയാണ് കേട്ടോ. പരസ്യ ശാസനയല്ല, രഹസ്യമാണ് പല കാര്യത്തിലും വിളിച്ച് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് പോകരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് കേട്ട് കീഴ്വഴക്കത്തോടെ അല്ലെങ്കിൽ വിധേയത്തോടെ നിന്നുകൊണ്ട് അവരൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ശാസന എപ്പോഴും എന്താണ് സ്തോത്രം? നീതിമാൻ ശാസിക്കുന്നതിന്റെ തലയ്ക്കൊരു എണ്ണയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പം നമുക്ക് ആരെങ്കിലും ഒരുപക്ഷെ മൂപ്പനാകാം, പാസ്റ്ററാകാം, ആരെങ്കിലും നമ്മളെ ശാസിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും അനുസരിച്ചാൽ നമുക്കതൊരു അനുഗ്രഹമാകും. ദൈവസഭ ആളുകളെ കൂട്ടുകയല്ല, ആത്മാക്കളുടെ ഒരു സംഗമമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആളുകളുടെ കൂട്ടമല്ല, ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മപൂർണരായ ഒരു ജീവിതം നയിക്കുന്ന ആത്മാക്കളുടെ കൂട്ടമാണ് ദൈവസഭ. നമ്മളെല്ലാം പറയുന്നത് ആത്മാക്കളെ നേടണം, ആത്മാക്കളെ നേടണം, ആളുകളെ നേടണമെന്നല്ല പറയുന്നത്, ആത്മാക്കളെ നേടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ചുകൊണ്ട് ആത്മപൂർണരായി ജീവിക്കുന്ന ഒരു ജീവിതമുള്ളവരാണ് എന്താണ് ദൈവസഭയുടെ അംഗങ്ങളായി അതേ തീരേണ്ടത്. ഇതൊന്നും അറിയാതെ ശ്രദ്ധിച്ചോണം, ഇതൊന്നും അറിയാതെ അനനിയാസിന്റെ ഭാര്യയുടെ പേരെന്നാ? സഫീറ. ഇതൊന്നും അറിയാതെ ആന്റി വരികയായിരുന്നു, അല്ലെ? കാഞ്ചീപുരം സാരിയൊക്കെ എടുത്ത് എന്താണ് ഇപ്പൊ എല്ലാം റെഡിയായി. ഫ്രണ്ടിലെ അച്ഛനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത എന്താണ് ഹല്ലേലൂയ മാസികയ്ക്കകത്ത് ഫോട്ടോയും ഒക്കെ അടിച്ചു വരും. അനന്യാസ് പത്രോസിന് കൊടുക്കുന്ന പടവും ഒക്കെ ആയിട്ട് വരും എന്നൊക്കെ വിചാരിച്ച് ആന്റി വളരെ അല്ലെ വളരെ സന്തോഷത്തോടെ ആ പുതിയ ഈ കാശിന് ഈ വസ്തു വിറ്റ കാശിന് മേടിച്ച് ഏറ്റവും നല്ല സാരിയൊക്കെ എടുത്തുകൊണ്ട് അതൊന്നും ഉടയാതെ ഹോളിലേക്ക് ഓടി വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരതുകയാണ്. അച്ഛൻ എന്ത് ചെയ്യേ? ഫ്രണ്ടിലാണ് നോട്ടം, ഫ്രണ്ടിൽ ഇരിപ്പുണ്ടോ, കസേര ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ. 7ാമത്തെ വാക്യം ഞാനിത് വിശദമാക്കുന്നതിന് കാരണം ഇതിനകത്ത് ഒരു ആത്മദൂത് നമുക്കുള്ളത് കൊണ്ടും പഠിക്കാൻ ചില ഉപദേശങ്ങൾ ഉള്ളത് കൊണ്ടും മാത്രമാണ്. ഒന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട് 8ാമത്തെ വാക്യം ഇത്രയ്ക്കാണോ നിലം വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു മരണം അവിടെ ഒഴിവായ ഉണ്ടോ? ഇത്രയ്ക്കാണ് നിലം വിറ്റിരുന്നത്. കാരണം ഇവര് മുന്നമേ തലേ ദിവസം രാത്രി തൊട്ടേ ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ്, അവര് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എന്താണ് സ്തോത്രം സംഗതിയാണ്. ഇത്രയ്ക്കാണ് വിറ്റതെന്നേ പറയാവുള്ളൂ. പത്രോസ് അല്ല, പത്രോസിനേക്കാളും വലിയൊരു പുള്ളി ഇനി അവിടെ എഴുന്നേറ്റ് എന്ന് ചോദിച്ചാലും അതേ പറയാവുള്ളൂ എന്നുള്ള ഒരു വലിയ തീരുമാനം അവിടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ചോദിച്ചു, നീ അത് ഇത്രയ്ക്കാണോ വിറ്റതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അതെ ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ നീ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ദൈവാത്മാവിന് നമ്മളെ എല്ലാം നല്ലതായിട്ട് അറിയാം, അല്ലെ? ഒരുപക്ഷെ നമുക്ക് പരസ്പരം വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. ഷിബുച്ചാൻ എന്നെ അറിയത്തില്ല, അല്ലെ? സൈച്ചാൻ എന്നെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഷിനുച്ചാൻ ചിലപ്പം അതെ നമ്മളെ പലരെ എന്താണ് ഈ നിലയിൽ അറിയാൻ കഴിയത്തില്ല. നമ്മളോട് പറയുന്ന മാത്രമേ, എന്നോട് നിങ്ങൾ പറയുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അല്ലെ? ഷിനുച്ചാൻ എന്നോട് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഷിനുച്ചാൻ എന്ത് പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ. ഷായിച്ചാനെ നമുക്ക് ആ കാണുന്ന പോലെ അറിയത്തുള്ളൂ. ഷായിച്ചാൻ എന്താണോ നമ്മളോട് പറയുന്നത് അത് നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും നമ്മൾ അതേ സ്തോത്രം അറിയുന്നതും ഒക്കെയുള്ളൂ. എന്നാൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ള അറിയുന്നത് ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ വളരെ ശക്തമായി ഞാൻ പറയട്ടെ. സ്തോത്രം. ദൈവം നമ്മളെ ശോധന ചെയ്തു, അല്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ് അതെ നമ്മുടെ ദൈവം. അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞു, ഭർത്താവിനെ കുഴിച്ചിട്ട് അവരുടെ കാൽ അവിടെ
അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളും അവിടെ വീട് പ്രാണനെ വിട്ടു. രണ്ടുപേര് ദൈവസഭയുടെ മുൻപിൽ മരിച്ചു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് അത് ഇടയായി. എന്താണ് അവരുടെ പാപമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഉണർവുണ്ടായപ്പോൾ ഉണർവിനകത്ത് എന്താണ് കടന്നുകൂടിയ തെറ്റുകളെ ശാസിക്കുവാൻ ദൈവദാസന്മാർ തയ്യാറായപ്പോൾ അവിടെ സംഭവിച്ച ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് അവിടെ ശിക്ഷ നടത്തുവാനായിട്ടിടയായി തീർന്നു കേട്ടോ. ഉണർവ് ഇറങ്ങി വരുന്ന പോലെ തന്നെ ഇറങ്ങി വരുന്ന ഒന്നാണ് ശിക്ഷയും. പല ശിക്ഷയും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതിനെയെല്ലാം നമ്മൾ പൊതിഞ്ഞു പ്രാർത്ഥിക്കും. പക്ഷേ പലതിലും ശിക്ഷ പാത്രമായിത്തീരുന്ന പല പ്രാർത്ഥനയ്ക്കും മറുപടി നമുക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോഴൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷേ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യണം. എൻ്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് മറുപടി പലതിനും ലഭിക്കാതിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു തടങ്കൽ പാറയായി എന്തെങ്കിലും വിഷയം കിടപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന്മേൽ പ്രാർത്ഥിച്ചു വേണം, അതിനെ അഴിച്ചിട്ട് വേണം നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ, അടുത്ത മണിക്കൂർ, നെക്സ്റ്റ് അവർ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സ്തോത്രം. അത് നമ്മളെല്ലാവരുടെയും അനുഭവത്തിലാണ്. നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കും ചെറിയൊരു കാര്യമാണ്, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന്മേൽ നിങ്ങളൊരു മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ അതേപോലെ. രണ്ടുപേരും ഉണർവുണ്ടായതുപോലെ തന്നെ ശിക്ഷയും ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ സർവ്വസഭയ്ക്കും ഭയമുണ്ടായി അല്ലെ? പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്കുണ്ടോ? അവിടെ പാപത്തെ ശാസിച്ചു, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്തു? ദൈവാത്മാവ് ശിക്ഷ. പത്രോസ് അല്ല ശിക്ഷ നടത്തി, ദൈവത്തിന്റെ ആത്മാവോട് ശിക്ഷ നടത്തി. ഒരുപക്ഷെ പത്രോസ് ആഗ്രഹിച്ച് അവരെ ഒന്ന് ഗുണീകരിച്ച് കൊണ്ടുവരാനാണ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അതിനപ്പുറത്തോട്ട് അവരെ വിട്ടില്ല. കാരണം എന്താ? ശിക്ഷാ നടപടികൾ എപ്പോഴും മറ്റുള്ളവരുടെ ഭയത്തിന്, മറ്റുള്ളവർ അരുതാത്തിലേക്ക് കൈനീട്ടുന്നതിന് സ്തോത്രം ശിക്ഷാ നടപടികൾ എപ്പോഴും അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് കൂടുതൽ ചെയ്യാതിരിക്കാൻ നമ്മൾ അവരെ എന്ത് ചെയ്തു? ചെറുതായിട്ട് ശിക്ഷിക്കാനിടയായി. അവര് ശിക്ഷണം കിട്ടി വേണം വളരാനായിട്ട്, അല്ലെങ്കിൽ ശിക്ഷണം വേണം. സ്നേഹം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ കരയിക്കരുതെന്നോ അല്ലെങ്കിൽ വടിയെ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശിക്ഷിച്ചു വേണം വളർത്തുവാനായിട്ട്. ആ ശിക്ഷണം അവരെ അധികം തെറ്റിലേക്ക് കൊണ്ടുപോകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ പറയാൻ എനിക്ക് അവിടെ നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിലും സ്തോത്രം അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ക്ലാസ് ആകുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം. എങ്കിലും ലഭിച്ച ഒന്ന് രണ്ട് ആലോചനകൾ ഇതിനുള്ളിൽ നമ്മുടെ ഉള്ള കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ഫാമിലി റിലേഷനോടുള്ള ബന്ധത്തിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. എടുക്കുന്ന തീരുമാനം ദൈവികമെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയണം, നമ്മൾ എടുത്ത തീരുമാനം പരിശുദ്ധാത്മാവിലാണ് നമ്മൾ എടുത്തത്, അത് തന്നെ നമ്മൾ ചെയ്തോണം. അതിനകത്ത് യാതൊരു വ്യാജവും കാണിക്കരുത് എന്ന് ഭാര്യ പറഞ്ഞു കൊടുക്കണം. ഭർത്താവ് പറയണം അതേടി, അല്ലെങ്കിൽ അതേ പറഞ്ഞ് പേര് വിളിച്ചിട്ട് പറയണം, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, നമുക്കിത് കർത്താവിന് വേണ്ടി ചെയ്യാം. അടുത്ത അനന്തര ഫലം നിങ്ങൾ നോക്കണ്ട. പക്ഷെ അനന്തര ഫലം ഞാൻ പ്രവചിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. അനുഗ്രഹമല്ലാതെ ഒന്നും ഉണ്ടാവത്തില്ല. സ്തോത്രം. ദൈവദാസന്മാരെ മാനിച്ചോ അല്ലെ? ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ട കൊടുക്കാതെ കോഴിയിടുന്ന മുട്ട പുഴുങ്ങി ആഴ്ചയിൽ വരുന്ന പാസ്റ്റർക്ക് പുഴുങ്ങി കൊടുത്തിട്ടുണ്ട്. പിള്ളേർ കൊടുക്കത്തില്ല. പിള്ളേർ മുട്ട തിന്നാൻ അതിലെ ഓടുക അല്ലെ, പുറകുമ്പോഴേ ഇങ്ങനെ കിടന്ന് അവര് ഓടിക്കൊണ്ടിരിക്കുക. അവർക്ക് കൊടുക്കത്തില്ല. ഞാൻ പല അനുഭവങ്ങളും കേട്ടിട്ടുണ്ട്. ഈ പാസ്റ്റർ അല്ലെങ്കിൽ ഉപദേശി വരുമ്പോൾ ആ മുട്ട പുഴുങ്ങി കട്ടക്കാപ്പിയും കൂടെ തിളപ്പിച്ച് കൊടുത്തു. ദൈവം അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് അവര് മുട്ട ലോടുംപടി ഇറക്കാനുള്ള അനുഗ്രഹം ആ തലമുറയ്ക്ക് ദൈവം കൊടുത്തു. എന്തുകൊണ്ടാ? മാതാപിതാക്കൾ എന്റെ കൊച്ചിന് ഇപ്പം വിറ്റാമിൻ ഇ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വിറ്റാമിൻ സി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാൽസ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്റെ ദൈവദാസന് കാൽസ്യം എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്റെ പാസ്റ്റർക്ക് എല്ലാം പ്രോട്ടീൻ കിട്ടണമെന്ന് ആ കുടുംബം ആഗ്രഹിച്ചപ്പോൾ പ്രോട്ടീന്റെ ഉറവിടങ്ങളാക്കി തലമുറകളെ ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്ടോ, നിങ്ങൾ ഒരു ദൈവദാസന്റെ പ്രോട്ടീനു വേണ്ടി കരുതിയപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാവോ? വലിയ വലിയ അനുഗ്രഹങ്ങൾ അല്ലെ, പ്രോട്ടീന്റെയും കാൽസ്യത്തിന്റെയും ഉറവിടങ്ങളാക്കി ദൈവം ആ തലമുറകളെ മാറ്റി. ഓക്കെ, ഓരോ തലമുറകളെയും ഇറങ്ങി നിങ്ങളൊന്ന് നോക്കിക്കുക, എന്തിനേലും ഒരു കുറവുണ്ടോ? അവരെ ഒന്ന് നോക്കിക്കുക അല്ലെ. അന്ന് പലരും എന്ത് കാര്യം ചെയ്യാൻ തയ്യാർ, ഏത് കാര്യവും ചെയ്യാനായിട്ട് അവരെ ദൈവം പ്രാപ്തരാക്കി മാറ്റി. ദൈവം അവരെ ശക്തീകരിക്കാനിടയായി തീർന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നമ്മുടെ സ്തോത്രം ദൈവിക തീരുമാനം എന്താണോ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾ ചെയ്തോണം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇങ്ങനെ ശിക്ഷാ നടപടികൾ ഉണ്ടായപ്പോൾ സംഭവിച്ചത് 12-ാമത്തെ വാക്യം. അടുത്ത ബി പോയിന്റ് ആണ്. ദമ്പതികളുടെ മരണം.
ബി നമ്മൾ അപ്പോസ്തലന്മാരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണ് നടക്കുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, അതിന്റെ 16 വരെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ത് ചെയ്തു? പാപത്തെ ശാസിക്കുമ്പോൾ, തെറ്റിനെ കറക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നേർവഴിക്ക് നടത്തുവാൻ ദൈവമക്കൾ തയ്യാർ. അപ്പോൾ ദൈവദാസന്മാരോടുള്ള ഒരു ദൂതായിട്ട് അവരെന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് ശാസിക്കുകയും അതിനെ ഒന്ന് ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് അടുത്ത ഉണർവുണ്ടാകുകയാണ്. ഇവിടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഉണ്ടോ? നമ്മള് ഒരു കാര്യം ചെയ്യാൻ ഇവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് അവിടെ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സഭയിൽ എഴുന്നേറ്റില്ല. അത് ചെയ്തപ്പോൾ ഉണ്ടായത് അപ്പോസ്തലന്മാരുടെ കയ്യാൽ വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായിട്ട് അത് ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഉണർവ് തുടർന്നുകൊണ്ടേയിരുന്നു. ഉണർവിനിടയിൽ ശിക്ഷാ നടപടികളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുക, ശാസിക്കുക, ശിക്ഷിക്കുക, ഗുണീകരിക്കുക. അതാണ് നമ്മൾ പറഞ്ഞ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് വരുത്തുക? ബോധം വരുത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവിടെ ആ സഭയ്ക്കകത്ത്, അപ്പൊ സഭയ്ക്കകത്തുള്ളത് കൈകൊട്ടുക, പാട്ടുപാടുക, ഉണർവ്, പ്രസംഗം, മെസ്സേജ് മാത്രമല്ല. അവിടെ എന്ത് ചെയ്യുന്നു? ശാസ്ത്ര പരിശുദ്ധാത്മാവ് നടത്തും. അവിടെ ശിക്ഷാ നടപടികൾ നടത്തും. അപ്പോൾ നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല. നമ്മളെല്ലാവരും ആരുടെയെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുക. എന്നാൽ ആ ശിക്ഷാ നടപടി നമ്മൾ വിധേയപ്പെട്ടാൽ ദൈവം വീണ്ടും നമ്മളെ പണിതുയർത്തുവാനായിട്ടിടയായിത്തീരും. ഈ ഉപവാസം എന്തിനാണെന്ന് അറിയാമോ പ്രിയപ്പെട്ട? ഈ ഫാസ്റ്റിംഗ് നമ്മളെ ഒന്നുകൂടെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോക്ക്ഡൌൺ ഇരുന്നൂടെ കറക്റ്റ് ചെയ്തോളാം. അവിടെ ദൈവം നമ്മളെ കർത്താവ് ഞാൻ വേണ്ടാത്തൊന്നും ആരെങ്കിലും ഒക്കെ പറയാം, അതൊന്നും ഞാൻ കേൾക്കത്തില്ല. ആരെങ്കിലും ഒക്കെ എനിക്ക് ഇത് പല ഉപദേശം ഇതൊന്നും ഞാൻ എൻ്റെ മനസ്സിലേക്കോ എൻ്റെ ബ്രെയിനിലേക്ക് കൊണ്ടുവരത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ കീഴ്പ്പെടുവാനായിട്ടിടയായിത്തീരും എന്ന് പറഞ്ഞു. ഈ ലോക്ക്ഡൌണിന്റെ ഫാസ്റ്റിംഗിൽ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ചർച്ചിലല്ല, നിങ്ങളുടെ ഇടയിൽ വലിയ ഉണർവ് ദൈവം അതേ ഭവനങ്ങളിൽ ദൈവം അയക്കാനിടയായിത്തീരും. ഭവന ചർച്ചകളിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഭവനത്തെ നിറയ്ക്കണമെന്ന് ദൈവത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? നമ്മളെല്ലാം ചർച്ചിലേക്ക് വരും, പെട്ടെന്ന് ഭവനത്തെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ ഉപവാസം ദൈവം ആഗ്രഹിച്ചു. ഈ 2020 ഉപവാസം ഭവനത്തിൽ തന്നെ നടത്തുകയാണ്. ഭവനം നമ്മുടെ നിറയണം കേട്ടോ. നിങ്ങൾ കരമടിക്കുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ, നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവാസം എടുക്കുന്നത് അതിനകത്ത് ഈ വീടിനകത്ത് ഒരു അത്ഭുതം നടക്കുക. ജോലി ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഈ ഫാസ്റ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റും? അല്ലേ? വേണ്ടതുപോലെ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഡ്യൂട്ടിയിലൊക്കെ ആകുമ്പോൾ അല്ലെ? ഈ ഡ്യൂട്ടി ഒന്നും ഇല്ലാതെയൊക്കെ ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഈ ഫാസ്റ്റിംഗിന് ഇത്രയും ഒരു അനുഗ്രഹമായിട്ട് പലർക്കും പങ്കെടുക്കാൻ അത് ഇടയായി. അടുത്ത അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും എന്ത് ചെയ്തു? അടയാളങ്ങളും അതേ നടന്നു എന്ന് വായിക്കുന്നു. പിന്നെ പ്രതികൂലം വരിക. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. സമയം അതിക്രമിക്കുന്നു. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നു. അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കുന്നു. 17 തൊട്ട് 32. നിങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ വാക്യങ്ങൾ പറയാം. 17 തൊട്ട് 32 വരെ. അടുത്ത പ്രധാന സംഭവം പാരഗ്രാഫ്, അപ്പോസ്തലന്മാര് പൊതു തടവിലാക്കിയ മുമ്പത്തെ പോലെ. അങ്ങനെ 17 തൊട്ട് 32 വരെയുള്ള വായിക്കേണ്ട, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് വായിക്കും. നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ അവരെന്ത് ചെയ്തു? പിന്നെ ന്യായാധിപ സംഘത്തിന് മുൻപാകെ അവരെ കൊണ്ട് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കൊണ്ട് നിർത്തുമ്പോൾ ഇവിടെ 28ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് ഞാൻ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. അല്ലെ? അടുത്തത് നമുക്ക് 29 ആരെയും ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വായിക്കുന്നില്ല എന്ന് ഓർത്താണ്, ഞാൻ വായിച്ചാട്ടെ. മതി മോളെ. But Peter and other apostles answered and said, we ought to obey God rather than men. Praise the Lord. അപ്പം എന്താണ്? മനുഷ്യരെക്കാൾ അധികം ആരെ ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു? അപ്പൊ അവരോട് പറഞ്ഞ ഒരു അതായത് സ്തോത്രം പൊതു തടവിൽ കൊണ്ടുവന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങള് ദൈവത്തെയാണ് അനുസരിക്കുന്നത്, മനുഷ്യരെ അല്ല. ഞങ്ങൾ മനുഷ്യരെക്കാൾ അധികം ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് അതേ പറഞ്ഞു. ഇതിന്റെ 31 ഇന്നത്തെ മനപ്പാട വാക്യം കേട്ടോ. ആ പാരഗ്രാഫിലാണ് 31 ആണ് നമ്മുടെ മനപ്പാട വാക്യം. എല്ലാവരും അത് പഠിക്കണം, ഹൃദയസ്ഥമാക്കണം എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഇവരിത് പറഞ്ഞപ്പം ഇവരെ ഒടുക്കിക്കളയും. ഞാൻ പറഞ്ഞു സദൂക്യരുണ്ട്, പരീശന്മാരുണ്ട്. ഈ ഗ്രൂപ്പാണ് മഹാപുരോഹിതൻ അധ്യക്ഷനായിട്ടുള്ള ഈ ഗ്രൂപ്പാണ് ന്യായാധിപ സംഘം.
ഈ ഗ്രൂപ്പിനകത്തേക്ക് ഇവരെ വീണ്ടും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഞങ്ങൾ കൂടുതൽ മാനിക്കുന്നത് പറഞ്ഞപ്പോൾ ഇവരെ തകർത്തു കളയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഒടുക്കിക്കളയാൻ പദ്ധതി ഇട്ടപ്പോൾ അവിടെ ഒരു പരീക്ഷകന്മാരിൽ ഒരു പ്രമാണിയായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം, ഗമാലിയേൽ എന്ന് പറയുന്നത്. അടുത്തത് സി, നമ്മുടെ ഡി, ഗമാലിയേലിന്റെ ഉപദേശമാണ് കേട്ടോ. ഗമാലിയേലിന്റെ ഉപദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 5:34 തൊട്ട് 39 വരെ ഗമാലിയേലിന്റെ ഉപദേശം. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. വേഗത്തിൽ ഞാനത് പറഞ്ഞു വിടുകയാണ്. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ അല്പനേരം നിന്നതുകൊണ്ട് മാത്രമാണ്, അതൊരു നമുക്കൊരു ഫാമിലി അഡ്വൈസ് ആയതുകൊണ്ടും അതിനൊരു എൻകറേജ് ആയതുകൊണ്ട് മാത്രം അത് ഞാൻ ഇച്ചിരി നേരം സംസാരിക്കും. ഫാസ്റ്റിംഗ് പ്രയറിലൂടെയാണല്ലോ, അതുകൊണ്ടാണ്. ഗമാലിയേലിന്റെ അഡ്വൈസ്, ഗമാലിയേലിന്റെ ഉപദേശമാണ് നമുക്ക് അടുത്ത 34 തൊട്ട് 39 വരെ. ഗമാലിയേൽ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒരു പരീക്ഷന്മാരുടെ പ്രമാണിയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു സന്നിധി സംഘത്തിന്റെ ഒരു പ്രധാനി തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം യഹൂദ റബ്ബിയായ ഹില്ലേലിന്റെ കൊച്ചുമകനാണ്. യഹൂദ ഗുരുവായ അല്ലെങ്കിൽ യഹൂദ റബ്ബിയായ ഹില്ലേലിന്റെ കൊച്ചുമകനാണ്. തന്റെ പിതാവിന്റെ പേര് ഷിമോൻ എന്നാണ്. ഷിമോന്റെ മകനും ഹില്ലേലിന്റെ ഹില്ലേൽ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഗമാലിയേലിന്റെ ഒരു ചെറിയ ചരിത്രം, ഗമാലിയേൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഹില്ലേലിന്റെ കൊച്ചുമകനും ഷിമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനുമാണ് എന്ന് നമുക്കറിയാൻ അതേ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗമാലിയേലിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാവോ? അറിയാവുന്നവരൊന്ന് പറഞ്ഞാൽ. അതെ, ആരാ പറഞ്ഞത്? ജിനുവാൻറ്റിയുടെ പറഞ്ഞു. വേറെ ആരോ ഇവിടെ സ്ക്രീനിൽ പറഞ്ഞായിരുന്നു? ജോർബിനാണോ പറഞ്ഞേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വെരി ഗുഡ്. പൗലോസ് ആരുടെ പാദപീഠത്തിൽ ഇരുന്നാ പഠിച്ചത്? ഗമാലിയേലിന്റെ പാദപീഠത്തിൽ. നമ്മൾ പല പ്രസംഗം കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ പൗലോസിന്റെ ഗുരുവായിരുന്നു ഗമാലിയേൽ നമുക്ക് കാണാൻ അതേ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്രമാണിയാണ് ഗമാലിയേൽ. ഒന്നും അങ്ങനെ ഒരു സാധാരണക്കാർക്ക് ക്ലാസ് കൊടുക്കത്തില്ല. ഗമാലിയേലിന്റെ ഒക്കെ എഴുതുന്ന അത് വലിയ സ്കോളറാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പാദപീഠത്തിൽ പോയിരുന്നു പഠിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പൗലോസ്. നമുക്കറിയാം, നമ്മൾ അതിലേക്കൊക്കെ പിന്നീട് പോകും. ആ പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ഗമാലിയേൽ. AD 52 അദ്ദേഹം മരണമടഞ്ഞു. AD 52 അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമാണ് ഇവിടെ എന്നെ ഓർപ്പിച്ചത്. ഇവരെല്ലാവരും എഴുന്നേറ്റപ്പോൾ ഗമാലിയേൽ എഴുന്നേറ്റൊരു കാര്യം പറഞ്ഞു. ഇത് എന്താണ്? മാനുഷികമെങ്കിലോ ഇതെന്ത് ചെയ്യുന്നു? നശിച്ചു. ദൈവികമെങ്കിലോ ഇത് ആരാലും തകർക്കാൻ കഴിയത്തില്ലെന്നൊരു വാക്ക് പറഞ്ഞ ആ വ്യക്തിയാണ് ഗമാലിയേൽ. അപ്പം അപ്പോസ്തലന്മാരെ തകർക്കണം, അപ്പോസ്തലന്മാരെ കൊല്ലണം, അവരെ ഇപ്പൊ തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഗമാലിയേൽ എഴുന്നേറ്റ് പറയുകയാണ്. നമുക്ക് കാണാം, ഞാൻ പറഞ്ഞല്ലോ എത്ര 34, 39 നിങ്ങൾ വായിച്ചോണം. പറയുകയാണ്, ഇത് മാനുഷികമെങ്കിൽ തകർന്നു, ദൈവികമെങ്കിൽ എന്ത് ചെയ്യുന്നു? ആർക്കും അതെ നശിപ്പിക്കുവാനായിട്ട് അതേ സാധിക്കത്തില്ല. ആ വാക്യം നിങ്ങൾ കണ്ടോ? ആരേലും വായിച്ചു. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന വരിയിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പാൻ ദൈവികമെങ്കിലോ അത് നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതൊരു ദൂത കേട്ടോ പ്രിയപ്പെട്ടവരെ, ഇതൊരു മെസ്സേജ് ആയിട്ട് കേട്ടോ ഈ ക്ലാസ്സിനിടയ്ക്ക്. ഗമാലിയേൽ കണ്ടോ അവിടെ എഴുന്നേറ്റു. ദൈവം ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. നീ പരിശുദ്ധാത്മ പൂർണ്ണരായി നിന്നാൽ, ദൈവനിയോഗത്തോടെ നിന്നാൽ, സന്നിധി സംഘത്തിന്റെ അകത്തും നിനക്കാരും വേണ്ട, അവിടെയും ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ എഴുന്നേൽപ്പിക്കും. കോർട്ടിനകത്തും ദൈവം എന്ത് ചെയ്തു? നിനക്ക് വേണ്ടി ചിലതിനെ അതെ ഉപയോഗിക്കുവാനായിട്ടിടയാവും. ഇവിടെ വായിക്കുന്നു, ഗമാലിയേൽ പറയുന്ന ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നോക്കിക്കേ, കാരണം അദ്ദേഹം ഒരു ഉദാഹരണം പറയാം. അവിടെ എന്താണ്? ട്യൂദാസ് എന്ന് പറയുന്ന ഒരുവൻ 400 പേരെ കൂടെ കൂട്ടി ഒരു വിപ്ലവം നയിച്ചു. ഈ ഗവൺമെന്റിനെതിരെ ഒരു വിപ്ലവം നയിച്ചു എന്ന് പറഞ്ഞാല് ഒരു നക്സൽ പ്രവർത്തനമൊക്കെ പോലെ ഇതിനെതിരെ ഒരു ഒളിപ്പോര് നടത്തി. ട്യൂദാസ് എന്ന് പറഞ്ഞ 400 പേരെ കൂട്ടി എന്ത് ചെയ്തു? റോമ ഗവൺമെന്റ് അവനെ അടിച്ച് ഒതുക്കി, അവനെ തകർത്ത്, അവനെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ 36 തോന്നുന്നു. ട്യൂദാസ് എന്ന് പറയുന്നവൻ എഴുന്നേറ്റ് മഹാനൊക്കെ നടിച്ചിട്ട് അവിടെ കുറച്ചു പേരെ ആ ദേശത്തിനെതിരെ കൂട്ടി, അവരുടെ നിയമസംഹിതകൾക്കെതിരെ കൂട്ടി, സന്നിധി സംഘത്തെ തകർക്കാനൊക്കെ അവൻ ശ്രമിച്ചു. അങ്ങനെ 400 പേര് അവന്റെ കൂടെ കൂടി ആ 400 പേരെ അവനെയും എന്താണ് അത് ഭരണകൂടം തകർത്തു കളഞ്ഞു എന്നത് ഒരു ചരിത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. അപ്പം പറയാണ്, അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമാണ്, മാനുഷികമായിട്ട് അവൻ എഴുന്നേറ്റ് വന്നത്.
എഴുന്നേറ്റ് വന്നു, അവൻ എന്ത് ചെയ്തു? തകർന്നു പോയി, അവനും അവന്റെ ആളുകളും ഇല്ലാതായി പോയി. ഇതും അങ്ങനെ തന്നെ ആണെങ്കിൽ, മനുഷ്യമാണെങ്കിൽ, യേശുവും അവന്റെ ശിഷ്യന്മാരും ഇതുപോലെ തന്നെ ആണെങ്കിൽ ഇത് വിചാര കഴിയുമ്പോഴത്തേക്ക് അടഞ്ഞ അധ്യായമായി തീരുമെന്നാണ് ഗമാലിയേൽ പറഞ്ഞത്. പക്ഷെ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈ നൂറ്റാണ്ടിലും 2020-ലും സ്തോത്രം, ഏതാണ്ട് 8 മണി കഴിഞ്ഞ സമയത്തും കുവൈറ്റിന്റെ മണ്ണിലും നമ്മൾ ഉയർത്തുന്ന അതേ ഒരു നാമമുണ്ടെങ്കിൽ, അതേ സ്തോത്ര ഇതിന് പാസ്റ്റർ ക്ലാസ് എടുക്കുന്നത് ആരെ കുറിച്ചാണ്? അതേ സ്തോത്രം, യേശു എന്ന ഈ വലിയ നാമത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്. ഹല്ലേലൂയ. മാനുഷികമെങ്കിലോ അത് തകർന്നു പോകും, ദൈവികമെങ്കിലോ അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. രാജാക്കന്മാർ എഴുന്നേറ്റു, നേതാക്കന്മാർ എഴുന്നേറ്റു, ഭരണകൂടങ്ങൾ എഴുന്നേറ്റു, അത് എല്ലാവരും ഇതിനെതിരെ അത് എഴുന്നേറ്റ് സംഘം കൂടി. പക്ഷെ ഇന്ന് വരെയും ഇതിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിയും എന്ത് ചെയ്യുന്നു? ഇതിന്റെ പടയോട്ടം നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് വരെ. അതേ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവരെയും അതേ സ്തോത്ര ദൈവസഭയുടെ വളർച്ച ഈ ഭൂമിയിൽ നടന്നുകൊണ്ടേ ഇരിക്കും. ഒരു ഗവൺമെന്റിനും, ഇന്ത്യ ഗവൺമെന്റിനോ അല്ലെങ്കിൽ അത് GCCക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ ആർക്കും ഇതിനെ തടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ പഠിച്ചു, ഇതിന്റെ നടത്തിപ്പുകാരനും ലീഡർ ആരാണ്? ഇതിനെ നട്ടത് പരിശുദ്ധാത്മാവാണ് ഇതിനെ നട്ടിരിക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാ പ്രവർത്തികളെ തൊടാൻ ആർക്കും, ഞാൻ തുടങ്ങിയ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയും അല്ലെ, ഞാൻ തുടങ്ങിയ ഗ്രൂപ്പ് ടീമിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം, നിങ്ങൾ തുടങ്ങുന്നതിനെ തകർക്കാൻ എനിക്ക് കഴിഞ്ഞേക്കാം. കാരണം അത് പക്ഷേ ദൈവസഭ എന്ന് പറയുന്നത് നമ്മൾ ആരും സ്റ്റാർട്ട് ചെയ്തതല്ല. ആര് തുടങ്ങിയതാണ്? പരിശുദ്ധാത്മാവ് തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവ് തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് ഞാൻ വേഗത്തിൽ അവസാനത്തിലേക്ക് വന്നപ്പോൾ അല്പം വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പലർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവരുണ്ട്, അതുകൊണ്ട് ഞാൻ അവസാനം നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവരുണ്ടല്ലോ. ഇവിടെ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ, ഒരു ദമ്പതികളുടെ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും ഒരു ശിക്ഷയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് എന്താണ്? പരിശുദ്ധാത്മാവിനോട് ഒരു വ്യാജം കാണിച്ചതിനെ കുറിച്ച്. അടുത്ത, ഇതുകൊണ്ട് നിന്നു പോയില്ല, അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു.